ആലപ്പുഴ കളർകോട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു ഉത്തരവ് ഇറക്കുകയുണ്ടായി. നമ്മുടെ വാഹനം, നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത വാഹനം മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അത് വീട്ടിൽ അംഗങ്ങളായിക്കോട്ടെ ആർക്ക് കൊടുത്തു കഴിഞ്ഞാലും അത് വാടകയ്ക്ക് കൊടുത്തതായിട്ട് കരുതിക്കൊണ്ട് അത് കേസായി വരും എന്നുള്ള ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു വിവരണം അല്ലെങ്കിൽ ഒരു വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ടത് അങ്ങയുടെ ചുമതലയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറേയേറെ ആൾക്കാരും എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും സംശയമുണ്ട്. ഉദാഹരണമായി, എൻ്റെ വീട്ടിൽ ഒരു വാഹനമുണ്ട്. എൻ്റെ മകനോ മകൾക്കോ ഭാര്യയ്ക്കോ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ലൈസൻസ് ഉണ്ടെങ്കിൽ എൻ്റെ പേരിലുള്ള വാഹനം അവർ സ്ഥിരമായിട്ട് ഓടിച്ചാൽ പ്രശ്നമാകില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ പേരിലുള്ള ടൂ വീലർ ലൈസൻസുള്ള എൻ്റെ മകൻ ഓടിച്ചാൽ പ്രശ്നമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്താണ് ഇതുകൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഒരു വീട്ടിൽ ലൈസൻസ് ഉള്ളവരെല്ലാം വാഹനങ്ങൾ മേടിക്കണമെന്നാണോ? എൻ്റെ പേരിലല്ലാത്ത രക്തബന്ധമുള്ളവർ വാഹനം ഓടിച്ചാൽ പ്രശ്നമുണ്ടാകുമോ? അതല്ലാണ്ട് എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കേസ് ചാർജ് ചെയ്യുമെന്നാണോ? ഇതിൻ്റെ പേരിൽ ഒരുപാട് ഇഷ്യൂസുകളുണ്ടാവും. കാരണം ചിലപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാർ, അവരുടെ പേരിൽ വാഹനമുണ്ടാവും, മക്കളായിരിക്കാം വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ വാഹനം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ കേസ് വരുമെന്നാണോ? അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം നൽകില്ല എന്നാണോ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ഈ കാര്യത്തിൽ തരണം. രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ലൈസൻസുള്ള, റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ വാഹനം ഓടിക്കുന്നത് തെറ്റ് എന്താണെന്നാണ് ഉപയോഗിക്കുന്നത്. അതിന് മോണിറ്ററി ബെനിഫിറ്റ് ഇല്ലാതെ വരിക. എൻ്റെ വാഹനം ഒരാൾക്ക് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കൊടുക്കുമ്പോൾ അത് കാശ് മേടിച്ചുകൊണ്ടാണെന്ന് വരുത്തി തീർക്കുവാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുക എന്നൊരു ചോദ്യവും എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു. കാരണം ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു വാഹനം എൻ്റെ അടുത്ത സുഹൃത്ത് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അത് അദ്ദേഹം എടുത്തുകൊണ്ട് പോയത് പെട്ടെന്ന് ആവശ്യത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ട്, അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ പിടിക്കേണ്ട ആവശ്യം? എന്താണ്? എൻ്റെ ഒരു വാഹനം ഞാൻ നാട്ടിലില്ല, എൻ്റെ ഒരു സുഹൃത്താണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഞാൻ വാടക മേടിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കേസ് വരിക എന്നുള്ള ഒരു കൃത്യമായ വിശദീകരണം ഇക്കാര്യത്തിൽ വേണം. പ്രത്യേകിച്ച് രക്തബന്ധത്തിലുള്ളവർ മാത്രമല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഫാദർ ലോയുടെയോ മദർ ലോയുടെയോ പേരിലുള്ള ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്തബന്ധമില്ല എന്ന പേരിൽ നിങ്ങൾക്ക് കേസ് ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറേയേറെ കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കേരളത്തിലെ ജനത ഇക്കാര്യത്തിൽ വളരെ ടെൻഷനിലാണ്, കൺഫ്യൂഷനിലാണ്. കൃത്യമായിട്ടും പ്രിയപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. സ്നേഹത്തോടെ, അഡ്വക്കേറ്റ് ജോയി ജോൺ.